കഷായം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി അങ്ങ് മറിക്കുക. ആയിക്കോട്ടെ. ഇന്നാളത്തെ പോലെ മറിക്കാനല്ലേ പറഞ്ഞേ? അടിക്ക് പിടിക്കാതെ ഇളക്കി മറിക്കാൻ. ഞാൻ ഇന്നലത്തെ പോലെ അങ്ങോട്ട് മറിച്ചേനെ. എന്നിട്ട് ആ ആടലോടകം തൊട്ടാവാടി ഇതെടുത്തിടുക. ഇട്ടു. എന്നിട്ട് മേധ, മഹാമേധ, ജീവകം, ജീവകാർഗോളി, കൊട്ടപ്പാരി, കുടപ്പാരി, കാട്ടുജീരകം, പെരുംജീരകം, നല്ല ജീരകം എന്നീ ആയുർവേദ മരുന്നുകൾ ചേർത്ത് ആയുർവേദ വിധപ്രകാരം അങ്ങ് പാകപ്പെടുത്തുക. ആയിക്കോട്ടെ. ഇത് പുരട്ടി കഴിഞ്ഞാലേ ചുമ, നെഞ്ചരിച്ചില്, കഫക്കെട്ട്, വയറുവേദന, ഗ്യാസ്ട്രോല്, പല്ലുവേദന, തലവേദന, ആർസസ്, ഗ്രഹണി വരെ പറവറക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ ലേഹ്യം ഉണ്ടാക്കാനുള്ള പാത്രം അത് കുരുക്കളെടുത്തോണ്ട് വരാന്നാ പറഞ്ഞത്. ലേഹ്യം ഉണ്ടാക്കാനുള്ള പാത്രം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ അലോഹ്യാകും. അതെന്താണ്? ഒരു ദിവസം പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് വൈദ്യരില്ലാത്ത സമയം നോക്കി ഞാൻ അങ്ങോട്ട് പോയായിരുന്നു. അന്നേരം വൈദ്യരുടെ ഭാര്യ ഒന്ന് കാണാനുള്ളൊരു മോഹം കൊണ്ട് 10 വർഷമായി ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ 10 വർഷം ഞാൻ ഇവിടെ വൈദ്യരുടെ ചീത്തയും കേട്ട് നിൽക്കുന്നത് എന്തിനാന്നറിയോ? വൈദ്യരുടെ ഭാര്യ ഒന്ന് കാണാൻ വേണ്ടിട്ട്. എന്റെ പൊന്നെ, ചില സമയത്ത് മുടി അങ്ങോട്ട് അഴിച്ചിട്ടിട്ട് ആ കാർക്കൂന്തിലൊരു തുളസിക്കതിരെ അങ്ങ് ചൂടിട്ടൊരു നിപ്പുണ്ട്. എന്റെ പൊന്നെ, ചന്ദനത്തിന്റെ മണം. ആ ചന്ദനത്തിന്റെ മണം ഒരു ദിവസം ജനല് തുറന്നിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടു. കണ്ടോ? കണ്ടില്ല, ശരിക്കും കൊണ്ടു. ശരിക്കും ലോകം എനിക്കിട്ട് തല്ലിയത്. ആ ഒരു ശബ്ദം കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു പ്രസരിപ്പാ. കിളിനാദമല്ലേ, കിളിനാദം. ഒന്ന് കാണാൻ പറ്റിയാ മതിയായിരുന്നു. എനിക്കൊന്ന് കണ്ടിട്ട് ചത്താ മതി. കണ്ടാൽ അപ്പൊ തന്നെ നിന്നെ വൈദ്യുതി തല്ലി കൊന്നോളൂ. കിളക്ക വൈദ്യുതിയില്ലാത്ത സമയത്ത് കസര കയറി തിരിക്കാമല്ലോ. ആരാ? അല്ല, വീട്ടിലൊരാൾ അരയ്ക്ക് താഴെ തളർന്നു കിടക്കുകയാണ്. വൈദ്യുതി വിചാരിച്ചാൽ അതൊന്ന് ശരിയാക്കി നടത്തിക്കാൻ പറ്റുമോ? എന്താ കഥ? വൈദ്യുതി വിചാരിച്ചാൽ അരയ്ക്ക് കീപ്പോട്ട് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ നടത്താൻ പറ്റുമോന്ന് കേട്ടിട്ടുണ്ടോ? തെക്കേമടം ഒന്നും എത്രയോ പേരെ തെക്കോട്ടെടുത്ത മനുഷ്യനാ. ചികിത്സ കൊണ്ട് വൈദ്യരെ. എന്താ അവിടെ ഒരു ബഹളം? വൈദ്യരെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. വൈദ്യര. അതെ, നാലും കൂട്ടി ഒരു മുറുക്കാൻ അങ്ങോട്ട് എടുക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വാതിൽ പറഞ്ഞിട്ട് പോയി. വൈദ്യരെ ഒന്ന് കാണാൻ വന്നതാ. ആണോ? അതെ, അതിനു മുമ്പ് ഒരു കാര്യം. ഇന്നലെ ആ ഉഴിച്ചിലും പിഴിച്ചിലും നടത്തിയ പത്മനാഭന്റെ കാര്യം എന്തായി? രാത്രി 12 മണിക്ക് ഞാൻ പത്മനാഭന്റെ വീടിന്റെ എതിരെ പോയായിരുന്നു. അന്നേരം ഭയങ്കര കരച്ചിലും പിടിച്ചിലും കേട്ടു. തട്ടിപ്പോയോ? എന്താണാവോ? അതെ, ഒരു കോളാമ്പി എടുത്ത് ഏട്ടന് കൊടുത്തോളൂട്ടോ. ഇല്ലെങ്കിൽ അവിടെ ആകെ മുറുക്കി തുപ്പി നാറ്റിക്കും. രോമാഞ്ചം. ഒരു 50-ന്റെ എമരി പേപ്പർ വെച്ചങ്ങ് തൂത്താ മതി, അങ്ങ് പൊക്കോളൂ. രോമാഞ്ചം. വൈദ്യരെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. എന്താണാവോ? ഇതിലെ ഞാനേ കുറെ ദൂരെ നിന്ന് വരെയാ. പറഞ്ഞോളൂ. വൈദ്യരെ ഒന്ന് കാണാൻ വന്നതാ. കണ്ടില്ലേ? ഓ സന്തോഷം. അതല്ല വൈദ്യരെ, ഒരു കാര്യം ഉണ്ടായിരുന്നേ. എന്റെ വീട്ടിൽ അരയ്ക്ക് താഴെ തളർന്ന് ഒരാള് കിടക്കുകയാണ്. വൈദ്യര് വിചാരിച്ചാ ഒന്ന് എണീറ്റ് നടത്തിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വൈദ്യരെ കേമത്തിനെ കുറിച്ച്. ഇനി വൈദ്യര് തന്നെ അങ്ങോട്ട് പറയാ. കറുത്തടുത്ത് മണക്കല് സുഭദ്ര തമ്പുരാട്ടിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, പക്ഷെ ഒരിക്കൽ കണ്ടു. ആണല്ലേ? പുള്ളിക്കാരത്തി ഒരു ദിവസം മിറ്റത്തിരുന്നോണ്ട് ഇങ്ങനെ കുത്തിയിരുന്ന് അരിവാൾ ഇങ്ങനെ വെച്ചോണ്ട് ഇറച്ചി കുറിക്കൊണ്ട സമയത്ത്, ഇറച്ചി അല്ല സോയാബീൻ കുറിക്കൊണ്ടിരുന്ന സമയത്ത് ഈ അരിവാ തെറ്റി ഈ കാലങ്ങ് അറ്റുപോയി. ആ കാല് അറ്റുപോയ കാലുമായിട്ട് പുള്ളിക്കാരത്തി ഇങ്ങ് വന്നു. എന്നോട് വെച്ചു ഇതൊന്ന് ഒട്ടിച്ചു തരുമോന്നു. എന്നിട്ട് അപ്പൊ തന്നെ ഞാനൊരു കാര്യം ചെയ്തു. വട്ടപ്പശ ലേഹ്യവും ഈ ഫെവിക്കോൾ ലേഹ്യവും കരുതി അല്ലറ ചില്ലറ പച്ചമരുന്നെല്ലാം കൂട്ടി കെട്ടി തുന്നി അങ്ങ് വിട്ടു. 4-ാം പൊക്കം പുള്ളിക്കാരത്തി ജോലിക്ക് പോയി. എന്ത് ജോലിക്ക്? കലാമണ്ഡലത്തിൽ ഒപ്പന പഠിപ്പിക്കുന്നു. അല്ല, ഒപ്പനയല്ല, വില്ലടിച്ചാൻ പാട്ട്. ഭരതനാട്യം. അത് തന്നെ. ഇപ്പൊ കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിപ്പിക്കുക. അതെ അതെ അതെ. എന്നാലും വൈദ്യയുടെ കേമത്ത് എനിക്കിപ്പോ മനസ്സിലായി. എന്നാൽ ഒരു ചെറിയ സംശയമുണ്ട്. ചോദിച്ചോളൂ.
ഈ കലാമണ്ഡലത്തിൽ ഡാൻസ് പഠിപ്പിക്കുന്നതേ ആ. ഒറ്റക്കാലിലാണോ അതോ വീൽ ചെയറിൽ ഇരുന്നിട്ടാണോ? എന്നെ പൊട്ട ചോദ്യാ ചോദിക്കുന്നത്. അതെ പൊട്ടക്കണ്ണന് പോലും അറിയാൻ പാടില്ലേ വീൽ ചെയറിൽ ഇരുന്ന് ഡാൻസ് പഠിപ്പിക്കുന്നതെന്ന്. അയ്യോ അവിടെ എന്താ ഒരു ബഹളം? കോളാമ്പി പോയി എറിഞ്ഞിട്ട് എന്തായാലും അതെ എനിക്കൊരു പുതിയൊരു കോളാമ്പി മേടിക്കേണ്ടി വരും. അതിന്റെ ഞാൻ അവനിട്ട് കോളാമ്പി വെച്ചെറിഞ്ഞു, അവൻ ക്യാച്ച് എടുത്ത് അത് ഇട്ടുകൊണ്ട് അങ്ങ് പോയിട്ടുണ്ട്. കോളാമ്പിയായിട്ട് അവനങ്ങ് പോയോ? ആ കോളാമ്പിയായിട്ട് അവൻ പോയെന്ന്. അതെ ഓ ഏട്ടാ, എന്തോ ആരാ അവിടെ തമാശ പറഞ്ഞത്? ഉണ്ണിയാണോ സണ്ണിയാണോ അതോ ഗുരുക്കളോ? ഇതിങ്ങനെ ഇവിടെ പേര് മുഴുവൻ പഠിച്ചു. അല്ല ഇപ്പോഴും ഇങ്ങനെ വിളിച്ച് പറയുന്നോണ്ട് പഠിച്ചായിരിക്കും. അല്ല അവള് നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഇതിനായിട്ട്. ശരിയാക്കി തരാം. ആ പിന്നെ ഒരു കാര്യം, കിഴക്ക് ദേശത്ത് നിന്നും പാമ്പ് കടിയേറ്റ ഒരാളിങ്ങ് വരുന്നുണ്ട്. അപ്പൊ തെക്ക ഒരു പാവിരിക്കുക. ആ എന്താ ജ്ഞാനദൃഷ്ടി, ഒരാൾ വിഷം നീണ്ടി വരുമെന്നും അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തെക്കോട്ട് എടുക്കുമെന്നും വൈദ്യർക്ക് മനസ്സിലായില്ലേ? പാമ്പ് കടിച്ചേ, പാമ്പ് കടിച്ചേ, പാമ്പ് കടിച്ചേ. എപ്പോ കടിച്ചു? ആരെ? എന്നെ പാമ്പ് കടിച്ചു. വൈദ്യരെ പാമ്പ് കടിച്ചെന്നല്ല പറഞ്ഞത്, നമ്മുടെ സുകുമാരനെ പാമ്പ് കടിച്ചു. അയ്യോ പാവം. അയ്യോ പാവം, സുകുമാരനല്ല പാമ്പ് കടിച്ചത്. മൈക്കാട് മണിക്കോണ സുകുമാരനെ പാമ്പ് കടിച്ചു. ഇന്ന് രാവിലെ അവന് വീട്ടിൽ പാമ്പ് കയറി. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാമ്പിനെ പിടിക്കുമെന്ന്. ഞാൻ ചെന്ന് പാമ്പിനെ പിടിച്ച് ഒരു മുത്തം കൊടുത്ത് തിരിഞ്ഞു നോക്കുമ്പോ എന്നതാ വാഴ വെട്ടിയിട്ടവരെ കിടക്കോ സുകുമാരൻ പാമ്പ് കടിയേറ്റുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ ഒരു സഞ്ചി എടുത്തു, പാമ്പിനെ പിടിച്ചിനകത്ത് ഇട്ടിട്ട് ഒരു ഇന്നോവ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. പാമ്പിന് മുമ്പ് സീറ്റ് കൊടുത്തു. മുമ്പ് സീറ്റ് കൊടുത്തു. ആ സീറ്റ് വേണ്ടി ഇട്ടായിരുന്നോ? ഇട്ടായിരുന്നു. അത് മറ്റവരെന്തിയാടാ? സുകുമാരനെ ഹോട്ടലിൽ കൊണ്ടുവരുന്നുണ്ട്. എന്റെ ദൈവമേ, എന്നാ ഭ്രാന്തായി പറഞ്ഞ. അതെ സുകുമാരനെ കൊണ്ടുവരുന്നുണ്ട്. അവന് ഓട്ടോറിക്ഷയിലും കൊണ്ടോ 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 ഇതന്നെ ഉജാല തിന്നിട്ടുണ്ടോ? ആ കാലം അങ്ങോട്ട് അങ്ങോട്ട് കണ്ണി ശേലകാലം പോലും ചോരയില്ല. അടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ മരുന്നെടുത്ത് വായിലേക്ക് ഒഴിക്കുക. ഓ നിന്റെ വായിലോട്ടല്ല രോഗിയുടെ വായി. എടാ പ്രാന്ത ഇങ്ങോട്ട് ഒഴിക്കോളാൻ. അയ്യോ ഞാൻ വിചാരിച്ചു ഞാൻ കുടിക്കാനാന്ന്. ഇവനൊക്കെ ആണല്ലോ ഞാൻ പണിക്ക് എടുത്തത്. ഒരു കാര്യം ഞാൻ കിണ്ടിയിലെ വെള്ളം എടുക്കും. കിണ്ടിയിൽ വെള്ളം എടുക്ക്. എടുക്കാൻ അതാണ് കിണ്ടി. കിണ്ടിയിൽ വെള്ളത്താ. ആ എന്നാ വൈദ്യരെ അപ്പൊ തന്നെ ചെയ്തേക്കും. വൈദ്യരെ കൈപ്പുണ്യം ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. നോക്കണ്ട, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ. ആര്? നിങ്ങള്. എന്തിന്? നിങ്ങളെ പാമ്പ് കടിച്ചു കൊണ്ടുവന്നല്ലോ. എന്നെ പാമ്പ് കടിച്ചെന്ന്? ആരാ പറഞ്ഞു എന്നെ പാമ്പ് കടിച്ചെന്ന്? പിന്നെ ഇവൻ പറഞ്ഞു പാമ്പ് കടിച്ചെന്ന്. അയ്യോ എന്നെ അല്ല പാമ്പ് കടിച്ചത്, എന്റെ കൂട്ടുകാരൻ വേലായുധനാ പാമ്പ് കടിച്ചത്. വേലായിരാണ് പാമ്പ് കടിച്ചത്. എന്നിട്ട് വേലായുധൻ എന്ത് ചെയ്യേ? വേലായുധ പാമ്പ് കടി കൊണ്ട് അവിടെ കിടക്കുവാ. എവിടെ കിടക്കും? എന്റെ പൊന്നെ, അവനെ പാമ്പ് കടിക്കുന്ന കണ്ട് ബോധം കെട്ടതാണ് ഞാൻ. അറിയോ? അയ്യോ അപ്പൊ അവനെ എന്നെ കൊണ്ടുവരായിരുന്നേ. ഇവര് മൂന്നുപേരും കൂടെ ഹോട്ടലിൽ കയറിയപ്പോഴേ പുള്ളിക്ക് കയറാൻ സ്ഥലം കാണത്തില്ല. അതുകൊണ്ട് പുള്ളി അവിടെ കിടത്തിരിക്കായിരിക്കും. ഇത് കൊണ്ടുപോ. ഒരു റീത്ത് മേടിച്ചു വെച്ചാൽ ഇങ്ങനെയുണ്ടോ ആൾക്കാരെന്ന് വെച്ചു കഴിഞ്ഞാ. വൈദ്യരെ, ഒരു പ്രശ്നമുണ്ടല്ല. ഞാൻ ഈ സഞ്ചി കൊണ്ടുവന്നപ്പോ അതൊരു പാമ്പില്ലായിരുന്നോ? അതിനിപ്പോ കാണാനില്ല. പാമ്പിനെ സമാധാനമായിട്ട് പിടിക്കാൻ നിങ്ങൾ കിടന്ന് ബഹളം വെക്കല്ലേ കേട്ടോ. അകത്ത് കാണും പാമ്പ്. അകത്ത് പാമ്പില്ല. പോ. അയ്യോ ഏട്ടാ, ഇങ്ങട് വായോ. അയ്യോ കാലിലെ മുട്ടിയാൻ ചവിട്ടി പിടിക്കും. പാമ്പിനെ ഞാൻ പിടിച്ചോളാം. എവിടെ പാമ്പുണ്ടെങ്കിലും ഞാൻ പിടിച്ചു. അയ്യോ
എടാ പാമ്പിനെ കണ്ടാ നിങ്ങള്? പാമ്പിനെ എപ്പോ വേണേലും കാണാമല്ലോ വൈദ്യരെ. ആ. പക്ഷെ ഇതിനെ ഇപ്പോഴല്ലേ ഒന്ന് കാണാൻ പറ്റുള്ളൂ. എടാ, അതെ കേറി പോടിയോ.